ന്യൂസ് റൂം ലൈവ് തുടരുന്നു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങൾ കാണുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളെ കാണാൻ ഒരുങ്ങിയാണ്. തത്സമയ സംപ്രേഷണമാണ് ആലപ്പുഴയിൽ നിന്ന് നടക്കുന്നത്. ശബരിമല വിഷയത്തിലുള്ള SNDPയുടെ പ്രതികരണം ഇതിനകത്ത് ഉണ്ടായേക്കും. NSS റിവ്യൂ ഹർജി. മറ്റു വാർത്തകളിലേക്ക് കടക്കുന്നു. സർക്കാർ പ്രഖ്യാപിച്ച സാലറി ചാലഞ്ചിന് നിർബന്ധിത സ്വഭാവമുണ്ടെന്ന് ഹൈക്കോടതി. ജീവനക്കാരുടെ സാമ്പത്തിക പരാധീനത കൂടി സർക്കാർ കണക്കിലെടുക്കണം. ഇത്രയും തുക നൽകണമെന്ന് ഒരാൾക്ക് എങ്ങനെ നിർബന്ധിക്കാനാകുമെന്നും കോടതി ചോദിച്ചു. അതേസമയം നിശ്ചിത തുക നൽകണമെന്ന് പറയുന്നത് അപേക്ഷ മാത്രമാണെന്ന് അഡ്വക്കേറ്റ് ജനറൽ വാദിച്ചു. വിവരങ്ങളുമായി N ശ്രീനാഥ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ശ്രീനാഥ്, ഏത് രീതിയിലുള്ള ഒരു നിരീക്ഷണമാണ് കോടതി നടത്തിയിരിക്കുന്നത്? സാലറി ചലഞ്ചിൽ നിർബന്ധിത പിരിവുണ്ടോ എന്നതാണ് ഈ ഹർജി ഇപ്പോൾ ഹൈക്കോടതി പരിഗണിക്കുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ പ്രഥമ ദൃഷ്ട്യാ നിർബന്ധിത സ്വഭാവമുണ്ട് എന്നാണ് ഹൈക്കോടതി വിലയിരുത്തിയിരിക്കുന്നത്. കാരണം നിർബന്ധമായി ഇത്ര തുക നൽകണം എന്ന് പറയുന്നത് അത് നിർബന്ധിത പിരിവിന്റെ ലക്ഷണമാണ് എന്ന് ഹൈക്കോടതി പറയുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ നിർബന്ധിത സ്വഭാവമില്ല എന്നാണ് അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. എന്നാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല, സാലറി ഇത്ര തുക ഇത്ര മാസത്തിനകം നൽകണം എന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും നൽകാൻ കഴിയില്ല. മാത്രമല്ല, ടേക്ക് ഹോം സാലറി എന്ന് പറയുന്നത് പലപ്പോഴും അയാളുടെ മൊത്തം സാലറി കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു ജീവനക്കാരന്റെ പരാധീനത മനസ്സിലാക്കി വേണം ഇത്തരത്തിൽ ഉത്തരവിറക്കാൻ എന്നും ഹൈക്കോടതി സൂചിപ്പിച്ചിട്ടുണ്ട്. ശ്രീനാഥ്, സാലറി ചലഞ്ചുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾ, സമ്മതപത്രം നൽകാത്തവർക്കെതിരെ നടപടികൾ എടുത്തു എന്നുള്ള ആരോപണങ്ങൾ, ഇതെല്ലാം കോടതിക്ക് മുന്നിൽ വന്നതല്ലേ? ഏതെങ്കിലും രീതിയിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നോ കോടതിയുടെ ഭാഗത്തുനിന്ന്? തീർച്ചയായിട്ടും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ പരാമർശങ്ങളാണ് ഇതൊക്കെ. അതായത് ഒരു മാസത്തെ ശമ്പളം നൽകണം എന്ന് പറയുന്നത് നിർബന്ധിത പിരിവാണ്. മാത്രമല്ല, നൽകാത്തവർ നോ പറയണം എന്നുള്ളത് അത് നിർബന്ധിത സ്വഭാവമുള്ളതാണ്. ഈ രണ്ട് കാര്യത്തിലും നിർബന്ധിത സ്വഭാവം ഈ ഉത്തരവിലുണ്ട്. മാത്രമല്ല, നിശ്ചിത തുക നിർബന്ധിത വിശദാംശങ്ങൾ സാലറി ചാലഞ്ചിന് നിർബന്ധിത സ്വഭാവമാണെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചിരിക്കുന്നു. വിശദാംശങ്ങളാണ് നൽകിയത്. ഇപ്പോൾ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളെ സംസാരിക്കുന്നു. തത്സമയ സംരക്ഷണത്തിലേക്ക് ആണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. സ്ത്രീ പറയും എല്ലാവർക്കും തുല്യനീതി, സ്ത്രീക്കും പുരുഷനും തുല്യനീതി എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് മാത്രം കണ്ടുകൊണ്ട് ഒരു വിധി നടപ്പിലാക്കിയപ്പോൾ അല്ലെങ്കിൽ വിധി എഴുതിയപ്പോൾ അതിനകത്ത് ഇന്ദു മൽഹോത്ര മാത്രമാണ് ഒരു വിയോജനക്കുറിപ്പ് എഴുതിയത്. അവർ സ്ത്രീ ആയതുകൊണ്ട് അത് മനസ്സിലാക്കാനുള്ള വിവേകവും വിചാരവും അവർക്കുണ്ടായി. ആ അഭിപ്രായം അവർ രേഖപ്പെടുത്തിയെങ്കിൽ പോലും ഭൂരിപക്ഷ തീരുമാനം വന്നപ്പോൾ അത് പ്രസക്തിയല്ലാതെ പോയി. പക്ഷെ നാം ഇതിനു വേണ്ടി നാം യുദ്ധം ചെയ്തിട്ട് കാര്യമില്ല. സുപ്രീം കോടതിയിലെ വിധിയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ സുപ്രീം കോടതി വിധിയെ മറികടക്കുവാൻ നമ്മുടെ കർമ്മം കൊണ്ട് വിധി മറികടക്കണം. അതായത് ഋതുമതികളായിരിക്കുന്ന അല്ലെങ്കിൽ 10 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾ പോകാൻ പാടില്ല എന്നുള്ള നമ്മുടെ തീരുമാനത്തെ പ്രവൃത്തി കൊണ്ട് സുപ്രീം കോടതി വിധിയെ മറികടക്കുവാൻ നമുക്ക് സാധിക്കണം. അതാണ് ചെയ്യേണ്ടത്. ആ തീരുമാനം നടപ്പാക്കാൻ ശ്രമിക്കണം. അതല്ലാതെ അതിൻ്റേതായ പേരിൽ തെരുവിലിറങ്ങി ഒരു യുദ്ധത്തിനിറങ്ങുന്നത് ശരിയല്ല.
പക്ഷെ ഇറങ്ങിയതൊക്കെ ശരി, ഒരു വികാരം കാണിച്ചു, ഭക്തജനങ്ങളുടെ വികാരം കാണിച്ചു. അത് ജനങ്ങൾക്ക് മനസ്സിലായി, രാജ്യത്തിന് മനസ്സിലായി, രാജ്യം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ടത് അവസാനിപ്പിക്കാതെ രാജ്യത്തെ ഒരു പ്രാന്താലയമായി മാറ്റുവാനും വിദ്വേഷം സൃഷ്ടിച്ചുകൊണ്ട് പരസ്പരം കലഹമുണ്ടാക്കുവാനും ശ്രമിക്കുന്ന നയത്തോട് ഞങ്ങൾക്ക് യോജിക്കാൻ നിവൃത്തിയില്ല. പ്രത്യേകിച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കണം, പന്തളം രാജകുടുംബവും തന്ത്രി കുടുംബത്തെയും ഈ കാര്യത്തിന് കേരള മുഖ്യമന്ത്രിയാണ് വിളിച്ചത്, പിണറായി വിജയനല്ല. കേരള മുഖ്യമന്ത്രി വിളിച്ച് ഒരു ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ അത് ചെല്ലാതിരുന്നത് ന്യായമോ മര്യാദയോ നിങ്ങളൊന്ന് ആലോചിക്കണം. എന്ത് പ്രശ്നമാകട്ടെ, പിണറായി ഗവൺമെൻറ്റിൽ നിന്ന് അവർക്ക് നീതി കിട്ടിയില്ല, അതല്ലെങ്കിൽ ആ കോടതി വിധിയിൽ നമ്മൾ ഗവൺമെൻറ് ഇന്ന നയം സ്വീകരിക്കേണ്ടതായിരുന്നു എന്നൊക്കെ ഒരു അഭിപ്രായം അവിടെ പറയാമായിരുന്നു. പക്ഷെ പറയാതെ അത് സഹകരിക്കാതെ മാറി നിന്നത് ഒരിക്കലും അഭികാമ്യമായില്ല, മര്യാദ ആയില്ല, മാന്യമായില്ല. പ്രത്യേകിച്ചും പന്തളം രാജകുടുംബത്തിൻ്റെയും തന്ത്രി കുടുംബത്തിൻ്റെയും പാരമ്പര്യവും സ്വഭാവവും അവരുടെ സാത്വിക സ്വഭാവക്കാരും മാന്യന്മാരുമാണ്. ആ മാന്യതയും മര്യാദയും ഒരിക്കലും കേരള മുഖ്യമന്ത്രിയോട് കാണിച്ചില്ല എന്നുള്ളത് ജനാധിപത്യത്തെ വിശ്വസിക്കുന്ന നമുക്കേറെ ദുഃഖകരമായിപ്പോയി. കാരണം അവർക്ക് അഭിപ്രായ വ്യത്യാസമുള്ള അവിടെ പറയാമായിരുന്നു. അത് പറയാതെ മാറി നിന്നുകൊണ്ട് മറ്റുള്ളവരുടെ പിടികാണകളായി നിന്നുകൊണ്ട് ഈ രാജ്യത്ത് ഹിന്ദുത്വം പറഞ്ഞൊരു കലാപം ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നത് ശരിയല്ല. ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ് ഹിന്ദുക്കൾ? ഈ കലാപത്തിൽ ഇറങ്ങുമ്പോൾ എല്ലാ ഹിന്ദുക്കളും ഉണ്ടോ അവരുടെ കൂടെ? വിശ്വാസികളെന്നും പറഞ്ഞ് കുറേ ആളുകൾ ഇറക്കി. അതിനെപ്പറ്റി വളരെ വിശദമായി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ നിലപാടും നിങ്ങൾ ഏത് പ്രശ്നവും തീർക്കാൻ തയ്യാറാണെന്നും എങ്ങനെയാണ് ആ കേസുണ്ടായെന്നും ആ കേസ് സർക്കാരിന് എടുക്കേണ്ട നിലപാടിൻ്റെ ആ നിജസ്ഥിതികളെല്ലാം സത്യസന്ധമായി വിശദീകരിച്ചിട്ട് പോലും ചങ്കെടുത്ത് കാണിച്ചാൽ ചെത്തിപ്പൂവാണെന്ന് പറയാൻ തയ്യാറാകുന്ന നയം ശരിയോ? പക്ഷേ ഒരു കാര്യമുണ്ട്, BJPക്കാരും കോൺഗ്രസ്സുകാരും ഇതിലേക്ക് വേണ്ടി ശ്രമിച്ചാൽ തെറ്റില്ല. കാരണം അവർ രാഷ്ട്രീയമാണ്. പക്ഷേ ഹിന്ദു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആളുകളെ കൊണ്ട് നടക്കുക എന്ന് പറയുമ്പോൾ ഹിന്ദുക്കളുടെ എത്രമാത്രം ആളുടെ പ്രാതിനിധ്യം വെച്ചുകൊണ്ടാണ് ഈ പ്രകടനം നടത്തുന്നത്. BJP ആയാലും കോൺഗ്രസ് ആയാലും അവർക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. അവരാദ്യം പറഞ്ഞത് തന്നെ പിന്നെ മാറി മാറിയല്ലേ പറയുന്നത്. എന്തുമാകട്ടെ, കോൺഗ്രസ് തന്നെ ഇപ്പോൾ പരസ്യമായി കൂട്ടായ വലിയ പ്രകടനത്തിനും സമ്മേളനത്തിൽ നിന്ന് അവർ പിന്മാറിയിരിക്കുകയാണ്. BJP ഈ അക്കൗണ്ടിൽ 10 ആളെ കിട്ടുമെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ ശ്രമിക്കും. ആ ശ്രമിക്കുമ്പോൾ അത് മനസ്സിലാക്കുവാനുള്ള വിവേകം ഹിന്ദുത്വം പറഞ്ഞ് നടക്കുന്നവർക്ക് വേണ്ടേ? തെരുവിലിറങ്ങി സ്ത്രീകളെയും കൊണ്ട് ഇറങ്ങുമ്പോൾ, കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇറങ്ങുമ്പോൾ, അത് ബാക്കിയുള്ളവർ പ്രേരിപ്പിക്കാൻ തയ്യാറാകുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണ്ടേ? അങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനൊരു സമരത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് എല്ലാ ഹിന്ദുക്കളെയും കൂടെ നേതാക്കന്മാരെ എല്ലാം കൂടെ ഒന്ന് വിളിച്ചു കൂട്ടി ഈ ഒരു അജണ്ട ഉണ്ട്, അത് നമുക്കൊന്ന് മനസ്സിലാക്കണം. ഹിന്ദുക്കളോട് വലിയ അവഗണനയാണ് സർക്കാർ കാണിച്ചത് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടൊരു സമരത്തിന് ഇറങ്ങിയിരുന്നെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഒരു ഹിന്ദു സംഘടനയും ഇവിടെ വിളിച്ചു കൂട്ടിയായിട്ട് എനിക്കറിയില്ല. ആ തമ്പ്രാക്കന്മാർ തീരുമാനിച്ച് അടിയാന്മാരെ ചെന്നോളം എന്ന നിലയിലേക്കുള്ള പോക്ക് ശരിയായില്ല, മാന്യമായില്ല. പ്രത്യേകിച്ചും ഇതിനെല്ലാം എണ്ണയൊഴിച്ചു കൊടുത്തത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായ പത്മകുമാറാണ്. അദ്ദേഹത്തിന് നിലവാരവുമില്ലാത്ത ഒരു പ്രസിഡൻ്റാണെന്ന് പറയേണ്ടി വന്നതിൽ ദുഃഖമുണ്ട്. കാരണം അദ്ദേഹം എന്താണ് ആദ്യം പറഞ്ഞത്? ഇത് റിവ്യൂ ഹർജി കൊടുക്കാം. റിവ്യൂ ഹർജി സർക്കാരിന് കൊടുക്കാൻ സാധിക്കില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ഇന്നലെ മാധ്യമങ്ങളുടെ മുമ്പിൽ വൃത്തിയായിട്ട് പിണറായി മുഖ്യമന്ത്രി വിശദീകരിച്ചിട്ടുണ്ട്. അതെന്നെല്ലാം പത്രത്തിൽ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും. അതിരിക്കെ ആ സർക്കാരിൻ്റെ നയത്തിനെതിരായി സർക്കാർ വെച്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നിലവാരമില്ലാത്ത പ്രസ്ഥാനം ഇറക്കുകയും അത് കഴിഞ്ഞ ശേഷം അദ്ദേഹം എന്താ പറഞ്ഞത്? ഇവിടെ റിവ്യൂ ഹർജി കൊടുക്കണമെന്ന്. അപ്പോൾ 2 കളികളാണ് കളിച്ചത്. അതുകൊണ്ട് തന്നെ അതുമാത്രമല്ല, അദ്ദേഹം പറഞ്ഞു ആധ്യാത്മിക ഭൗതികവാദം നടത്തേണ്ട സ്ഥലമല്ല ക്ഷേത്രമെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ആ പറഞ്ഞ ആൾ തന്നെ പിന്നെന്താ പറഞ്ഞത്? റിവ്യൂ പെറ്റീഷൻ കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചു. പിന്നെ കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അതുമാത്രം എൻ്റെ ഭാര്യയും മക്കളെയും ഞാൻ ശബരിമലയ്ക്ക് ഈ രീതിയിൽ പറഞ്ഞയക്കത്തില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ
രണ്ട് ഭാഗത്തും സുഖിപ്പിച്ചുകൊണ്ട് പറഞ്ഞ് ഈ പ്രക്ഷോഭണക്കാരുടെ ഈ പ്രക്ഷോഭണത്തിൻ്റെ തീയിൽ എണ്ണയൊഴിക്കുവാൻ എന്തുമാത്രം സാധിക്കുമോ അതെല്ലാം ചെയ്ത ആളാണ് ഇന്നത്തെ ദേവസ്വം പ്രസിഡന്റ്. അദ്ദേഹത്തിൻ്റെ പ്രേരണയും ഒരുപക്ഷെ അതിനുള്ള പ്രേരക ശക്തിയും ആയി ഇദ്ദേഹം നിന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം BJPയിലെ പോഷക സംഘടനയായ യുവമോർച്ച അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ശക്തമായ ഒരു പ്രകടനം നടത്തി. ഞാൻ ആ പിള്ളേർക്ക് ഓരോ മഞ്ഞപ്പൂക്കൾ കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ. കാരണം ഇങ്ങനെ നിലവാരമില്ലാത്ത ഒരു പ്രസിഡന്റ് രാജിവെക്കണമെന്നാണ് അവരെ പറഞ്ഞത്. അതുതന്നെയാണ് ഞാനും പറയുന്നത്. യുവമോർച്ച ആവശ്യപ്പെട്ട അതേ ആവശ്യം തന്നെ ഞാൻ പറയുന്നത്. ഒരു നിലപാടില്ലാത്ത അഭിപ്രായം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പറയുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ആ കസേര ഇരിക്കാൻ യോഗ്യനല്ല. അദ്ദേഹത്തിന് എന്തെല്ലാം കളിയാണ് കളിച്ചത്. കഴിഞ്ഞ ദിവസം പേപ്പർ കണ്ടത് വലിയ ദുഃഖം. കാരണം ഇത് നടത്തി കൊടുക്കാത്തത്. അപ്പോൾ ഇങ്ങനെ ദുഃഖം അപ്പോൾ ആരെ സൂചിപ്പിക്കാനാണ്? അപ്പോൾ അദ്ദേഹം ഒരു വഞ്ചിയിലല്ല, 2 വള്ളത്തെ കാല് വെച്ച് സഞ്ചരിക്കുന്ന അടവ് നയമായി നടക്കുന്ന ഈ പറയുന്ന ദേവസ്വത്തിൻ്റെ പ്രസിഡന്റ് ഇന്ന് ഇടതുപക്ഷത്തിൻ്റെ ഒരു കുഴികാല് ചവിട്ടിയെന്നോ അല്ലെങ്കിൽ കൂടെ നിന്ന് കാലിട്ട് ചവിട്ടുന്ന ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റെന്ന് പറയേണ്ടി വന്നതിൽ വളരെ ദുഃഖമുണ്ട്. മാത്രമല്ല, ശബരിമലയുടെ പ്രശ്നം പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കൾ കിടന്ന് തമ്മിൽ തല്ലുന്ന എന്തിനാണ്? അതിനിപ്പോൾ റിവ്യൂ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടല്ലോ. ആ റിവ്യൂ പെറ്റീഷന് പ്രശ്നം അവിടെ പരിഹരിക്കുമെങ്കിൽ പിന്നെ നമ്മളെന്തിനാ വഴക്ക്? ഗവൺമെൻറ്റിൻ്റെ നിലപാട് വളരെ വ്യക്തമായിട്ട് പിണറായി പറഞ്ഞു. അദ്ദേഹം അപ്പോഴും പറഞ്ഞു, ഇപ്പോഴും നിങ്ങൾ ആയിട്ട് ഇത്ര അവഗണിച്ചിട്ട് പോലും അദ്ദേഹം പറഞ്ഞു, എപ്പോഴും നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. അപ്പോഴും വളരെ വിശാല മനസ്സോടുകൂടി തുറന്ന സമീപനം അദ്ദേഹം സ്വീകരിച്ചു. നിങ്ങളൊന്ന് ആലോചിക്കണം, ഈ സമരത്ത് ഇറങ്ങിയപ്പോൾ ഹിന്ദുക്കൾ എന്നാണ് അവർ പറയുന്നത്. ഞങ്ങൾ ഇവിടെ ഹിന്ദുക്കൾ ഏതാണ്ട് സർക്കാരിന് കണക്ക് കൂട്ടി കുറച്ച് ഇപ്പോൾ ഞങ്ങൾ ഏതാണ്ട് 7 സമുദായം 28% ഉണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അവരെ വിളിച്ചാലോചിച്ചിട്ടുണ്ടോ? ഇവിടുത്തെ പട്ടികവർഗ്ഗക്കാർ പുലയ സമുദായത്തെ വിളിച്ചിട്ടുണ്ടോ? ധീവരരെ വിളിച്ചിട്ടുണ്ടോ? ആരെയൊക്കെ അവർ വിളിച്ചാലോചിച്ചു? അങ്ങനെ വിളിച്ച് ആലോചിച്ചൊരു തീരുമാനം എടുത്തായിട്ട് എനിക്കറിയില്ല. പിന്നെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് വിളിച്ചു, അത് കേട്ടു, അതിൻ്റെ പുറകെ ഇവരെല്ലാം ഇറങ്ങി. എന്താണ് ഈ രാജ്യത്തെ അടുത്തൊരു വിമോചന സമരം നടത്താമെന്നാണോ വിചാരം? പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പൊള്ളത്തരത്തെപ്പറ്റി വിശദീകരിച്ച് ഈ രാജ്യം മുഴുവൻ പ്രചരണം നടത്തുവാൻ സമാന ചിന്താഗതിക്കാരായ സമുദായങ്ങളുമായി ചേർന്നുകൊണ്ട് SNDP യോഗം മുമ്പോട്ട് പോകേണ്ടി വരും വിശദീകരണം നൽകാൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ദേവസ്വം ബോർഡ് ആരുടെ കയ്യിലായിരിക്കുന്നത്? അത് ജീവനക്കാർ മുഴുവൻ ആരാണ്? 96% സവർണ സമുദായയുടെ കയ്യിലിരിക്കുകയാണ്. അവർണർ എത്ര ശതമാനമുണ്ട്? പിന്നോക്കക്കാരും പട്ടികജാതിക്കാരനുമായിട്ട് വെറും 4%. പിന്നെ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ലേ? ചീരപ്പഞ്ചറയിലെ നിങ്ങളറിയാമല്ലോ, മൊഹമ്മ ചീരപ്പഞ്ചറക്കാർക്കായിരുന്നു, സുശീല ഗോപാലിൻ്റെ വീട്ടുകാർക്കായിരുന്നു ഇവിടുത്തെ വെഴി വഴിപാട്. എങ്ങനെ പോയി അവരുടെ കയ്യിൽ നിന്ന്? പരമ്പരാഗതമായിട്ടിരുന്നതല്ലേ, പോയില്ലേ? അത് പിടിച്ചെടുത്തില്ലേ? അതുപോലെ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, മകരജ്യോതി ആരാ കാണിച്ചിരുന്നത്? അവിടുത്തെ ആദിവാസികൾ കാണിച്ചിരുന്നതല്ലേ, അത് പിടിച്ചെടുത്തില്ലേ? ഇതിനാരും പ്രക്ഷോഭത്തിന് പോയില്ലല്ലോ. കേസ് പറഞ്ഞിട്ട് പോലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സുശീല ഗോപാലിൻ്റെ ആണ് എന്ന് കണക്കാക്കി ഇടതുപക്ഷം വന്നിട്ട് പോലും സുശീല ഗോപാലിൻ്റെ വീട്ടുകാർക്ക്, ജീരപ്രചാരക്കാർക്ക് അത് തിരിച്ചു കിട്ടാൻ അവർ സഹായിച്ചോ? ആരും സഹായിച്ചില്ല. എന്നേക്കുമായി പാരമ്പര്യമായി വർഷങ്ങളായി ഉണ്ടായിരുന്നു പോയില്ലേ? നിങ്ങളൊന്നും മനസ്സിലാക്കണം, സ്ത്രീ പ്രവേശനം എന്നോട്ടാണ് ഇല്ലാതെ പോയത്. കഴിഞ്ഞ ദിവസം പത്രത്തിൽ നിങ്ങൾ പടം കണ്ടതല്ലേ? 91 ശേഷമല്ലേ അതില്ലാതെ പോയത്. അതിനു മുമ്പ് അവിടെ വഴിപാടുണ്ടായിരുന്നു, നാടകമുണ്ടായിരുന്നു, ചോറൂട്ട് കൊടുക്കുന്ന പടം വരെ ഉണ്ടായിരുന്നു. അതൊരു നിയമം വന്ന് പോയി, നമ്മളാരും ഓർക്കുന്നില്ല. ആ നിയമം വന്ന് അതില്ലാതെ പോയി. ആകട്ടെ, അത് കഴിഞ്ഞൊരു നിയമം വന്നു, അതനുസരിച്ച് നടക്കുന്നു. ഇതൊന്നും ഞങ്ങളാരും എതിരല്ല. പക്ഷേ ഇതിൻ്റെ പേരിൽ ഇവിടെ ഒരു കലാപഭൂമി സൃഷ്ടിക്കുന്നത് ശരിയല്ല. ജാഥയും പ്രകടനങ്ങളും ഒക്കെ നടത്തി ഓരോരുത്തർക്കും എന്തോ കച്ചവടം ഉറപ്പിക്കാൻ, സർക്കാരിനെ മുട്ടുകുത്തിച്ച് എന്തോ കച്ചവടം ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന ആ ശ്രമത്തോടൊന്നും നമുക്ക് യോജിക്കാൻ സാധിക്കില്ല. സർക്കാരിന് നയം പറഞ്ഞു കഴിഞ്ഞു, അവരുടെ നിരപരാധിത്വം വളരെ വ്യക്തമായും പറഞ്ഞു. അവർക്ക് റിവ്യൂ പെറ്റീഷൻ കൊടുക്കാനൊക്കാത്ത സാഹചര്യം നിങ്ങളത്തെ പത്രം വായിച്ചാൽ അറിയാം.
പിണറായി സാഹിബിൻ്റെ ഇന്നലത്തെ ടി വിയിലെ പ്രഭാഷണം കേട്ടാൽ നിങ്ങൾക്കറിയാം. ഇന്നത്തെ പത്രം നിങ്ങൾ എടുത്ത് വായിച്ചു നോക്കൂ. ആ വായിക്കണമെങ്കിൽ ഞാൻ വളരെ വ്യക്തമായാലും പറയുന്നുണ്ട്. അത് വായിച്ചാൽ സമയം കളയണമെന്നാ വായിക്കണം, വേണ്ട. ഇതിന് മറുപടി പറയട്ടെ. അവർക്ക് അത് ചെയ്യാൻ ഒക്കാത്ത സാഹചര്യം വ്യക്തമായി പറയും. മറ്റുള്ളവർ ആരെങ്കിലും പോകുന്നതിന് എതിരില്ല എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ഇത് സമ്മതം കൊടുക്കുമ്പോൾ പോലും അവരെന്താ പറഞ്ഞത്, ഇതിൻ്റെ വിദഗ്ധരായ പ്രഗത്ഭരായ ആളുകളെ കൂടെ വിളിച്ചിരുത്തി ഇതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ട് വേണം ഒരു തീരുമാനം എടുക്കേണ്ടതാണെന്നൊരു അഭിപ്രായം. ആ അഭിപ്രായം വരെ സുപ്രീം കോടതി തള്ളിയില്ലേ? ഇതൊക്കെ എന്ത് മറച്ചു വയ്ക്കുന്നത്? ഒരാളെ നശിപ്പിക്കണമെന്നുള്ള വിചാരം അങ്ങ് മനസ്സിൽ കയറിയാൽ അവനെ വെറും ഒരു വശം മാത്രം പറഞ്ഞുകൊണ്ട് നശിപ്പിക്കാൻ ശ്രമിക്കരുത്. ഒരുപാട് സഹായവും ആനുകൂല്യം മേടിച്ചവർ തന്നെയാണ്. ഒരുപക്ഷെ ഒരു നേതാവ് എന്താ പറഞ്ഞത്, ഇടതുപക്ഷം വന്നതിൽ പിന്നെ പിണറായി വന്നതിൽ പിന്നെയാണ് ഞങ്ങൾക്ക് എല്ലാ ആനുകൂല്യങ്ങളും ഇതുപോലെ സഹായം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് പ്രഖ്യാപിച്ച നേതാക്കന്മാരാണ് ഇന്ന് ഇതിൻ്റെ പുറകെ നടക്കുന്നത്. എന്ത് ന്യായം മിസ്റ്റർ? ഇപ്പം നടക്കുന്ന ഈ അയ്യപ്പ ഭക്തരുടെ പ്രതിഷേധത്തിന് SNDPയുടെ പിന്തുണയില്ല, ഒരു കാരണവശാലും ഇല്ല. ഞങ്ങൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടല്ലോ, SNDP യോഗത്തിനോട് ഈ സമരമുഖത്തേക്ക് വരാൻ ഞങ്ങളില്ല. ഞങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെ അവിടെ സമാന ചിന്താഗതിക്കാരായ ആളുകളെ വിളിച്ചെടുത്ത് ചർച്ച ചെയ്തോ, ചർച്ച ചെയ്തിട്ട് വേണ്ട ഒരു സമരത്തിൻ്റെ ഭാവം രൂപം എങ്ങനെ കൊടുക്കണമെന്നുള്ള ആ ഒരു വികാരത്തോടു കൂടി തീരുമാനമെടുത്ത് മുമ്പോട്ട് പോകണ്ടേ? എനിക്ക് എന്നാലും ഒരു അഭിപ്രായമുണ്ട്. മുഖ്യമന്ത്രി വിളിച്ചു കൂട്ടിയിട്ട് രാജകുടുംബവും 12 രാജകുടുംബവും തന്ത്രി കുടുംബവും ചെന്നില്ലല്ലോ. അദ്ദേഹത്തോട് വിനീതമായൊരു അപേക്ഷ എനിക്കുണ്ട്. ഈ രാജ്യത്ത് വേറെയുണ്ട് ഹിന്ദു സംഘടനകൾ. ആ തന്ത്രി കുടുംബം തന്ത്രിമാരും മാത്രമല്ല, 12 കുടുംബവും അല്ലല്ലോ ഇത്. അല്ലാത്ത ഒരുപാട് കുടുംബങ്ങൾ, ഹിന്ദു കുടുംബം ഇവിടെ ഉണ്ട്. ആ സംഘടനകളെ, കേരളത്തിലുള്ള ഹിന്ദു സംഘടനകളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചുകൂട്ടി ഒന്ന് ചർച്ച ചെയ്യാനുള്ള വലിയൊരു മനസ്സ് അദ്ദേഹം കാണിക്കണമെന്ന് എനിക്കൊരു അപേക്ഷയുണ്ട്. അപ്പോൾ കാര്യങ്ങൾ തെളിഞ്ഞു വരും. ഈ NSS ആണോ ഇത്തരം സമരങ്ങൾക്ക് മുന്നിൽ നിൽക്കുകയും ഇത്തരം ഒരു നയം സ്വീകരിക്കുകയും ചെയ്യുന്നത്? ശരിയായിരിക്കാം. ഇപ്പോഴത്തെ NSS മാർത്താണോ? നിങ്ങളെന്താ ഓരോ അമ്പലം കേന്ദ്രീകരിച്ചുള്ള ഉപദേശക സമിതി എന്താ ചെയ്യുന്നത്? അവിടുന്ന് ആളുകൾ വരാനായിട്ട് ഉപദേശക സമിതി നിന്ന് കത്ത് കൊടുക്കുന്നു. ഈ അമ്പലത്തിൻ്റെ അമ്പലം ആരുടേതാണ്? ഉപദേശ സമിതിക്കാരനാണോ? ആ ഉപദേശ സമിതിക്കാർ, ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഉപദേശ സമിതിക്കാർ സമരത്തിന് ആളും അർത്ഥം കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നു. മര്യാദയാണ് അത്. അവർക്ക് ഇത് ഉപദേശിക്കാനല്ല. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാജിവെക്കണം എന്ന അഭിപ്രായം പിന്തുണ പറഞ്ഞു. അങ്ങനെയെങ്കിൽ അത് രണ്ട് വള്ളത്തിൽ സഞ്ചരിക്കുന്നതാണല്ലോ പറഞ്ഞു. ഒന്ന് സർക്കാരിനൊപ്പം നിൽക്കുന്നു, അതേസമയം വിശ്വാസികളായ ഈ പ്രതിഷേധക്കാർക്കൊപ്പം. ഏത് പക്ഷത്തായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നിൽക്കേണ്ടത്? സർക്കാരിനൊപ്പമായിരുന്നു അദ്ദേഹം നിൽക്കേണ്ടതുണ്ടോ? സർക്കാർ ഒരു തീരുമാനം എടുക്കുന്നവരെ വെയിറ്റ് ചെയ്യണ്ടേ? അത് ആദ്യം തന്നെ എന്താ പറഞ്ഞത്? ഭൗതികവാദത്തെ പറ്റി പറഞ്ഞില്ല. അപ്പോൾ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് പറഞ്ഞ ആളല്ലേ അദ്ദേഹം. അത് കഴിഞ്ഞ് അങ്ങനെ മക്കളെ പറഞ്ഞ് അയക്കലെന്ന് പറഞ്ഞില്ലെങ്കിൽ തന്നെ അപ്പോൾ ആരുടെ കൂടെയായിരുന്നു? അത് കഴിഞ്ഞ് ഇതിന് അപ്പീൽ കൊടുക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞില്ലേ? അത് കഴിഞ്ഞ് തിരിച്ചു പറഞ്ഞില്ലേ? ഇവിടെ ഇടതുപക്ഷം വെച്ചൊരു പ്രസിഡന്റാണ്. അത് പാർട്ടി വിശ്വാസികളെ കൂടി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാനിക്കണ്ടേ? അവരെ കൂടെ വേണം. അല്ലെ, വിശ്വാസികൾക്കെതിരല്ലല്ലോ ഇടതുപക്ഷം. അങ്ങനെ ഒരു തോന്നലുള്ളതുകൊണ്ടാണല്ലോ. തോന്നിയാൽ പോരാ. തോന്നുമ്പോൾ പറയാനുള്ള കസേര അല്ലത്. ആ കസേര ഇരിക്കുമ്പോൾ തോന്നുമ്പോൾ പറയാനുള്ളതല്ലത്. എനിക്കറിയില്ല. അല്ല, അദ്ദേഹത്തിന് അതില്ല എന്നെങ്ങനെ പറയാതിരിക്കും? അദ്ദേഹം NSSൻ്റെ ആളാണോ പാർട്ടിയുടെ ആളാണോ എന്ന് ഞാൻ പറയുന്നില്ല. അത് പറയുന്നത് ശരിയല്ല. നീ എല്ലാവർക്കും ഒരേ ആരുടെ ആളാണ്. ഏതായാലും പാർട്ടിയുടെ ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പാർട്ടിയുടെ ആളായിരുന്നുവെങ്കിൽ ഇപ്പം തന്നെ അദ്ദേഹം എന്തിനാ അണികളിലും പുറത്തുമൊക്കെ പറഞ്ഞു നടക്കുകയാണ്? എന്നെ പിണറായി കണ്ണുരുട്ടി, കാലുപൊക്കി, ഇതൊക്കെ പറഞ്ഞു നടക്കാൻ എന്തിനാ? സിമ്പതി നേടാനല്ലേ? ഇത് പറയാമോ? അതുകൊണ്ട് ഞാൻ വെറുണ്ടോണ്ടാണ് ഞാൻ സമ്മതിച്ചത്. ഇതിങ്ങനെ പൂച്ച ലോകം ഒരുപോലെ ഇവിടെ പരത്തു. ഞാനും കേട്ടതല്ല. ഇതെല്ലാം ഈ സംഘടനയുടെ അകത്ത് നിന്നുണ്ട്. ഒരു പാർട്ടി, ഒരു ജില്ലാ കമ്മിറ്റി മെമ്പറാണ് ഞാൻ. അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് വന്ന സ്ഥാനാർത്ഥി പത്തനംതിട്ടയിൽ നിന്ന് മത്സരിക്കണമെന്ന് കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രാവശ്യം ആഗ്രഹിച്ച ഒരാളാണ്. അയാൾ, ആ പാർട്ടി മെമ്പറായ ഒരാൾ ഇങ്ങനെ പൂച്ചം പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ശരിയാണോ? ഒരു പ്രത്യക്ഷമായ പ്രതിഷേധം ഇങ്ങനെ നടക്കുന്ന സമയത്ത് SNDPയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ സർക്കാരിനെ ഇല്ലാത്ത കാര്യം പറഞ്ഞ് അവമാനിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് SNDPയുടെ നേതൃത്വത്തിൽ ഒരു സമാന്തരമായി മറ്റൊരു സമരത്തിനെ കുറിച്ച് ആലോചിക്കേണ്ടി വരും. കാരണം ഇതിന് തുടർന്നാൽ താങ്കൾ പറഞ്ഞ വളരെ കറക്റ്റാണ്.
ഇത് തുടർന്നാൽ ഞാൻ അടിയന്തരമായിട്ട് SNDP യോഗം ഭാരവാഹികളുടെ യോഗം വിളിച്ചുകൂട്ടി സമാന ചിന്താഗതിക്കാരായ സമുദായക്കാരെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഇതിനെതിരെയുള്ള പ്രചരണം നടത്താൻ നിർബന്ധനാകും. സർക്കാരിന് അനുകൂലമല്ല, സത്യത്തിൻ്റെ വഴിക്ക്, സർക്കാരിൻ്റെ വഴിക്കല്ല, സത്യത്തിൻ്റെ വഴിക്ക് സഞ്ചരിക്കും. എന്തിനെതിരെ സമരം ചെയ്ത് ഈ സമരം എവിടെ കൊണ്ട് അവസാനിപ്പിക്കാനാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. റിവ്യൂ പെറ്റീഷൻ കൊടുത്തു, അല്ല റിവ്യൂ പെറ്റീഷൻ കൊടുത്ത് ആ റിസൾട്ട് വരട്ടെ. ആ റിസൾട്ട് അനുസരിച്ച് ഗവൺമെൻറ് പെരുമാറില്ലേ നമുക്ക് അപ്പം കാണാം, ഞങ്ങളും ചേരാം വിളിച്ചാൽ. അതല്ലാതെ നിഴലിന് വേണ്ടി യുദ്ധം ചെയ്യല്ലേ. ഇപ്പോൾ പിണറായി എന്ത് ചെയ്യണം? ആത്മഹൂതി ചെയ്യണോ? നിങ്ങളല്ല, ഇന്ന് ഇടതുപക്ഷം ഈ പറയുന്ന കോൺഗ്രസ്സാണ് ഭരിക്കണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? സുപ്രീം കോടതി വിധിയെ മാനിക്കാതെ അതിൻ്റെ അപ്പുറത്ത് ആർക്ക് എന്ത് ചെയ്യാനൊക്കും? ഇതിപ്പോൾ ആളുകളെ പറഞ്ഞ് ഈ ഗീബൽസിൻ്റെ സിദ്ധാന്തം നുണ പറഞ്ഞ് നേരാക്കി എടുക്കുന്ന ഗീബൽസിൻ്റെ സിദ്ധാന്തമാണ് ഇവിടെ നടക്കുന്നത്. അത് ശരിയല്ല. സത്യത്തിൻ്റെ മുഖം കാണിക്കാൻ നമുക്ക് സാധിക്കണം. കോടതി വിധിക്കെതിരെ കർമ്മം കൊണ്ട് പ്രതിരോധിക്കണമെന്നാണ് സെക്രട്ടറി ആദ്യം പറഞ്ഞത്. അതെ, അതിനർത്ഥം ഈ പോവാതിരിക്കണം. അതെ, അങ്ങനെ തന്നെയാണ്. ഏത് വിധി വന്നാലും നമ്മുടെ കർമ്മം കൊണ്ട് അതിനെ പ്രതിരോധിക്കാമല്ല. ഇദ്ദേഹം തന്നെ പറഞ്ഞു അങ്ങനെ ഭാര്യയും മക്കളും പോകലെന്ന്. എൻ്റെ ഭാര്യ പോകല, ഇനിയിപ്പോ പോകാം. എങ്ങനെ ഇപ്പോൾ വിധി വന്ന പശ്ചാത്തലത്തിൽ SNDP ശാഖയുടെ ഭാഗമായി നിൽക്കുന്ന സ്ത്രീകൾ ദയവ് ചെയ്ത് ഈ ശബരിമലയിലേക്ക് പോകരുത് എന്ന് പറഞ്ഞൊരു സർക്കുലർ കൊടുക്കും. നിങ്ങളൊരു കാര്യം വിളിച്ചാണ്, ഞങ്ങളുടെ പെണ്ണുങ്ങളാരും നിലവിളക്ക് കത്തിക്കാൻ ഋതുമതിയായ സ്ത്രീകൾ ചെയ്യാറില്ല. പിന്നെ അമ്പലത്തിൽ ഋതുമതിയായ ഒരു സ്ത്രീ അവിടെ പോകാറില്ല. ഇതൊക്കെ നിലനിൽക്ക് ഒരു സർക്കുലർ കൊടുക്കണ്ട. ഞങ്ങളുടെ പെണ്ണുങ്ങൾക്ക് എല്ലാം അറിയാം. ഹിന്ദുവായ ഏത് പെണ്ണും ഋതുമതിയായിരിക്കുന്ന കാലത്ത് ഉമ്മറത്ത് വിളക്ക് കത്തിച്ച് വെക്കില്ല, അതോടൊപ്പം പിന്നെ അമ്പലത്തിൽ പോവില്ല. ആ ഒരു സത്യം നിലനിൽക്കുക. പ്രത്യേക സർക്കുലർ ഒന്നും കൊടുക്കണ്ട. ശബരിമലയ്ക്ക് ഒരു പെണ്ണും പോകല. ആരെങ്കിലും പോയാൽ അതൊരു വിശ്വാസമല്ലേ, അതിനെ ആരും തടയേണ്ട കാര്യമില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ വിശ്വാസം എത്ര ക്രിസ്ത്യാനി അവിടെ പോകുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? എനിക്കറിയാം, എന്നോട് പറഞ്ഞിട്ടുള്ളത്. ആരെന്ന് പറഞ്ഞിട്ടാണ്? അവരുടെ വിശ്വാസത്തിനെ പറ്റി പലരും പോകുന്നുണ്ട്. അതിന് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് ആരെങ്കിലും എതിർക്കാറുണ്ടോ? ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ടുണ്ട് ക്രിസ്ത്യാനികൾ. അപ്പോൾ ഓരോരുത്തർ വിശ്വാസത്തെപ്പറ്റി ഓരോരുത്തർ പോകാറുണ്ട്, വരാറുണ്ട്. അറിഞ്ഞവരുണ്ട്, അറിയാത്തവരുണ്ട്. പക്ഷേ അതല്ല, നമുക്കൊരു പൊതു നയം എടുക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, പല ഈ വയസ്സ് 90, എൻ്റെ കുഞ്ഞ് 91 മുമ്പ് എവിടെയായിരുന്നു നിങ്ങളൊക്കെ? ഇപ്പോൾ ചാടി ഓരോരുത്തർ ഇറങ്ങുന്നുണ്ടല്ലോ. 1991 മുമ്പ് ഈ അഭിപ്രായം പറഞ്ഞ് ആരും ഇറങ്ങിയില്ലല്ലോ. ഇപ്പോൾ ഒരു പിടിവള്ളി കിട്ടിയെന്ന് പറഞ്ഞ് അത് വെച്ച് കസർത്ത് കളിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നും ശരിയല്ല, മാന്യമല്ല, മര്യാദയല്ലത്. ഈ പ്രധാനപ്പെട്ട രണ്ട് ഹൈന്ദവ സംഘടനകളാണ് SNDPയും അതുപോലെ തന്നെ NSSഉം. NSS ഇതിനകത്ത് ഒരു മൗനം സൃഷ്ടിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു ആക്രമണം അല്ലെങ്കിൽ ഇത്തരത്തിൽ വലിയൊരു സമരത്തിലേക്ക് ഇറക്കുന്നതിനോട് യോജിപ്പുണ്ടോ? അവരവരുടെ നിലപാടിനകത്ത് കൃത്യമായി പറയേണ്ടതല്ലേ? അത് അവരോട് ചോദിക്കണം, എന്നോട് ചോദിച്ചാൽ എന്താ പറയുക? ഞങ്ങളുടെ നിലപാടാണ് പറഞ്ഞത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ അവഗണന മാത്രം ലഭിച്ച സമുദായം. ഞങ്ങൾക്ക് ഇന്നും അയിത്തമാണ്. അതിനകത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പാലായിൽ ചാന്ദിനെ നിയമിച്ചിട്ട് അവിടെ പൂജിക്കാൻ അനുവദിച്ചോ? ചെങ്ങന്നൂര് ഒരു ചാന്ദിനെ നിയമിച്ചിട്ട് അനുവദിച്ചോ? ഇതെല്ലാം പോട്ടെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പണ്ട് ഭരിക്കുന്ന കാലത്ത് പ്രാക്കുളം പാസ് ദേവസ്വം പ്രസിഡൻ്റായിരുന്ന കാലത്താണ് ആദ്യമായിട്ട് ഇവിടെ ഗവർണർക്കും ശാന്തി ജോലി ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ശാന്തി നടത്താനുള്ള ക്ലാസ് സ്ഥാപിച്ചു. അന്നത്തെ ക്ലാസ്സിൽ പഠിച്ച് ജയിച്ച ആളാണ് ഇന്നത്തെ പിന്നെ ശിവഗിരിയുടെ മഠാധിപനായിരിക്കുന്ന ഇന്നത്തെ പ്രസിഡന്റ് സ്വാമി. ഇന്ന് പറഞ്ഞത് അവിടെ എങ്ങനെ നിന്ന് പോയി? ശബരിമലയിലെ സ്ത്രീ പ്രവേശനം മുൻനിർത്തി നടത്തുന്ന പ്രതിഷേധം ആ വിഷയത്തിൽ നിന്ന് മാറി പൂർണ്ണമായി സർക്കാരിനെ താഴെയിറക്കാനുള്ള ഒരു അജണ്ടയോ ഗൂഢാലോചനയായിട്ട് സെക്രട്ടറി കാണുന്നു. ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവരുടെ പ്രതിഷേധവും ശക്തിയും എല്ലാം കണ്ടല്ലോ, ജനം കണ്ടു, ഗവൺമെൻറ് കണ്ടു. ഇതിവിടെ അവസാനിപ്പിക്കണം. മാത്രമല്ല, അവസാനിപ്പിക്കണം എന്ന് മാത്രമല്ല, ഇപ്പോൾ റിവ്യൂ പെറ്റീഷൻ കൊടുത്തല്ലോ, അവിടെ അഡ്മിഷൻ കിട്ടിയില്ലല്ലോ. അപ്പോൾ റിവ്യൂ പെറ്റീഷൻ്റെ തീരുമാനം വരുമ്പോൾ ആ തീരുമാനത്തിൽ ഈ ഗവൺമെൻറ് അംഗീകരിച്ചില്ലെങ്കിൽ അവരോടൊപ്പം ഞങ്ങളും ഉണ്ടാവും. അല്ലാതെ ഇപ്പോൾ കയറി നിഴലിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന ആ രീതി ശരിയല്ല, അങ്ങേയറ്റം തെറ്റാണ്. ശബരിമലയെ തകർക്കാൻ സർക്കാർ ശ്രമിക്കുന്നു എന്നാണ് അല്പം മുമ്പ് BJP സംസ്ഥാന പ്രസിഡന്റ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പറയുന്നത് അത് തന്നെയാണ്. അത്തരത്തിലൊരു എന്തെങ്കിലും ഒരു നീക്കം നടക്കും? ശബരിമല തകർക്കാനല്ല ഇവരെല്ലാം കൂടെ നോക്കണത്. അതങ്ങനെ പറഞ്ഞാൽ ശരിയാ. ആരാണെന്ന് പറഞ്ഞില്ല. ഈ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞല്ലോ, അത് ശരിയാ. ആരാണെന്ന് പറഞ്ഞില്ലല്ലോ. BJP ഉണ്ടോ?
എല്ലാവരും കാണുമല്ലോ, അതുകൊണ്ടല്ലേ ഇങ്ങനെ ഇറങ്ങി കിടക്കണം എല്ലാവരും കൂടെ. അതിനകത്ത് കുറേയെങ്കിലും മാന്യത കാണിച്ച കോൺഗ്രസ്സുകാരാണ്. കോൺഗ്രസ്സുകാരിപ്പോൾ എന്താ പറഞ്ഞത്? ഞങ്ങളിപ്പോൾ പ്രത്യക്ഷ സമരത്തിലൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. ഈ അമ്പലത്തിൻ്റെ പേരിൽ എന്തിനു നമ്മൾ തമ്മിൽ തല്ലണം? പിന്നെ അവർ എടുത്തെങ്കിൽ രാഷ്ട്രീയപരമായി നമ്മൾ കണ്ടാൽ മതി. BJP ആയാലും കോൺഗ്രസ് ആയാലും അവർക്ക് 10 വോട്ട് കിട്ടാൻ മാർഗം എവിടെ ഉണ്ടോ അതിനു വേണ്ടി അവർ തേടി നടക്കും. അതുകൊണ്ടാണല്ലോ ആദ്യം പറഞ്ഞ് പിന്നെ അവർ രണ്ടാമത് പറഞ്ഞില്ലല്ലോ, മാറി പറഞ്ഞില്ലേ. പക്ഷേ ഈ സമുദായക്കാരെന്തിട്ട് നടക്കണം? സമുദായ നേതാക്കന്മാരെന്തിട്ട് നടക്കണം? അവർക്ക് എന്ത് ഗെയിം, എന്ത് നേട്ടം? ഹൈന്ദവ അങ്ങനെ ആരെങ്കിലും ശ്രമിച്ചാൽ, ഞാനാണല്ലോ ഹൈന്ദവ ഏകീകരണത്തിന് വേണ്ടി നടന്നത്. അതായത് ഭൂരിപക്ഷ സമുദായ ഐക്യമെന്നും പറഞ്ഞാണല്ലോ ഞാൻ ആദ്യം തുടങ്ങിയത്. അത് പൊളിച്ചവരും ഇവിടെ ഉണ്ട്. ആ ഐക്യം നടന്നപ്പോൾ ആ ഐക്യത്തിൻ്റെ ശക്തി പറഞ്ഞുകൊണ്ട് ഇവിടെ ഭൂരിപക്ഷ സമുദായത്തിന് താക്കോൽ വേണമെന്ന് പറഞ്ഞ് താക്കോൽ ഉമ്മൻചാണ്ടിയിൽ നിന്ന് മേടിച്ച് രമേശ് ചെന്നിത്തലക്ക് കൊടുത്തവരുണ്ട് ഈ രാജ്യത്ത്. അതൊക്കെ ആ രമേശ് ചെന്നിത്തല ആദ്യം ഭൂരിപക്ഷ സമുദായ ഐക്യം പറഞ്ഞ എൻ്റെ തലക്കെട്ടല്ലേ അടിച്ചത്. ആദ്യമേ എന്നെ പിടിച്ചകത്താക്കിയില്ലേ. ഞാനെന്താ പറഞ്ഞത്? ഇവിടെ സമ്പത്ത് കൊടുക്കുമ്പോൾ സാമൂഹ്യനീതി വേണം എന്ന ഒരു ആലുവ പ്രസംഗത്തിൻ്റെ പേരിൽ രമേശ് എന്നെ പിടിച്ച് അകത്തിട്ട്. ഇതാണ് ഇവിടെ നടന്നത്. അപ്പോൾ ഈ പറയുന്നത് എൻ്റെ സഹോദര സമുദായം എന്നും ഹിന്ദു ഐക്യം പറഞ്ഞവരാരെയും കണ്ടില്ലല്ലോ. ഇപ്പം പറഞ്ഞു എല്ലാവരും പറഞ്ഞു ഹിന്ദു ഐക്യം വെള്ളാപ്പള്ളി മുമ്പിൽ വരണം. ഞാൻ മുമ്പിൽ വന്നപ്പോൾ എൻ്റെ പുറകിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ഞാൻ ഭൂരിപക്ഷ സമുദായ ഐക്യം പറഞ്ഞുകൊണ്ട് കേരളം എമ്പാടും നടന്നു. അപ്പം ആരൊക്കെ എന്നോട് സഹായിച്ചു. അതോടൊപ്പം മാത്രമല്ല, ആ ഐക്യം പറഞ്ഞിടന്ന് ആലുവയിലൊരു പ്രസംഗം നടത്തിയപ്പോൾ എന്നെ പിടിച്ച് അകത്താക്കിയപ്പോൾ അത് ശരിയായില്ല എന്ന് പറയാൻ ഏത് ഹിന്ദു ഉണ്ടായി? ഒരു ഹിന്ദു ഇല്ലായിരുന്നു, ഒരു ജന്തു ഇല്ലായിരുന്നു. ഞാൻ മാത്രം അനുഭവിച്ചു. ഈ ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ സർക്കാരിന് താങ്കൾ കൊടുക്കുന്ന പിന്തുണ ഇനി അങ്ങോട്ടുള്ള പിണറായി സർക്കാരിന്റെ ഓരോ കാര്യത്തിനും കൊടുക്കുക, അതല്ല ഓരോന്നിനും വ്യത്യസ്ത സമീപനമായിരിക്കും? പ്രശ്നാധിഷ്ഠിതമാണ്. ഇപ്പം തന്നെ അതൊരു ഡിവോറീസ് കാണിച്ച് ആനമണ്ടത്തിലല്ലേ. കാരണം ഇഷ്യൂ അടിസ്ഥാനത്തിലാണ്. അദ്ദേഹം ഒരിക്കലും LDF ചർച്ച ചെയ്യാതെ എടുത്ത തീരുമാനം, അനവസരത്തിൽ അനാവശ്യമായി എടുത്ത തീരുമാനം ഈ LDFിൻ്റെ മുഖച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുകയും രമേശിന് ഗോളടിക്കാൻ അവസരം കൊടുത്തു എന്നുള്ളതാണ് നേരെ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ആരുടെയും വാലും ചൂലുമല്ല. ഞാൻ പിണറായിയെ എനിക്ക് വ്യക്തിപരമായി അദ്ദേഹത്തിന് നയത്തോട് ഇഷ്ടമാണ്. ഉമ്മൻചാണ്ടി എനിക്ക് അതിലും ഇഷ്ടമാണ്. അതുപോലെ തന്നെ നമുക്ക് AK ആന്റണി എനിക്ക് ഇഷ്ടമാണ്. ഓരോ രാഷ്ട്രീയം ചില ആളുകളെ അവരുടെ ചില സ്വഭാവ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ, നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഇഷ്ടം വരും. അതുകൊണ്ട് അവരുടെ രാഷ്ട്രീയ അഭിപ്രായത്തോട് മുഴുവൻ ഞാൻ യോജിക്കണമെന്നില്ല. ശബരിമല വിഷയത്തിൽ നിർണായകമായ നിലപാട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഈഴവ സമുദായം ഈ സമരത്തിനൊപ്പമാണോ? സമുദായത്തോട് ചോദിച്ചിട്ടേയില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. സമുദായം ഈ സമരത്തിന് ഒപ്പമല്ല. തെരുവ് യുദ്ധത്തിനായി വിശ്വാസികളെ ഇറക്കിവിടുകയാണ് BJP. ഈ സമരത്തിനെ അനുകൂലിക്കാൻ കഴിയുകയില്ല. ഈ സമരവുമായി മുന്നോട്ടു പോവുകയാണെങ്കിൽ സമാന്തര സമര പാതയിലേക്ക് കടക്കേണ്ടി വരും SNDP എന്ന് പറയുന്ന വെള്ളാപ്പള്ളി, ഈഴവ സമുദായം ഈ സമരത്തിനൊപ്പം ഇല്ല, സർക്കാരിനെതിരായ ഈ സമരത്തിനൊപ്പം ഇല്ല എന്നും ആവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു. കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ അജയ് തറയിൽ, ഒരു കുറെ ദിവസങ്ങളായി നടക്കുന്ന ഒരു സമരത്തിന് ഒരു വലിയ ട്വിസ്റ്റ് എന്ന് തന്നെ പറയേണ്ടി വരുന്നു. 28% ഈഴവ സമുദായത്തിന്റെ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ് പറഞ്ഞിരിക്കുന്നത്, ഈ നടത്തുന്ന സമരത്തിനകത്ത് ഈഴവ സമുദായമില്ല. ഞങ്ങളുടെ പ്രതിഷേധം റിവ്യൂ ഹർജി പരിഗണിച്ച ശേഷം എന്താണ് എന്ന് നോക്കി മാത്രമാണ് എന്ന് പറയുകയാണ്. ഹിന്ദുക്കളുടെ അവകാശങ്ങൾക്ക് വേണ്ടി, വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയാണ് സമരം നടത്തുമ്പോൾ എല്ലാ ഹിന്ദുക്കളും അതിലുണ്ടോ എന്ന് ചോദിച്ചിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശനാണ്. എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ശ്രീ അജയ് തറയിൽ? അല്ല, അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, നിലപാടുകളുണ്ട്. അത് അദ്ദേഹം പറഞ്ഞു എന്ന് മാത്രം. ഞങ്ങള് അയ്യപ്പ വിശ്വാസികളുടേതായ ഒരു മുന്നേറ്റത്തിലാണ് ഞങ്ങളൊക്കെ പങ്കെടുക്കുന്നത്. അയ്യപ്പ വിശ്വാസികളുടെ മുന്നേറ്റത്തിനകത്ത് ഓരോ സംഘടനകളും, ഇപ്പൊ KPMS ആദ്യമേ തന്നെ ഈ സമരത്തിനെതിരെ നിലപാടെടുത്ത സംഘടനയാണ്. അപ്പൊ ഓരോ സംഘടനകളും ഈ അയ്യപ്പ വിശ്വാസികളുടെ കാര്യത്തിൽ നിലപാടെടുക്കാം. പക്ഷെ വിശ്വാസികൾ എന്ന് പറയുന്ന അയ്യപ്പ വിശ്വാസികളും ഹൈന്ദവ വിശ്വാസികളുമായ ആളുകൾ ഈ കാര്യത്തിൽ അവരുടെ ഒരു നിലപാടെടുക്കുകയും അവർ തെരുവിലിറങ്ങി കഴിയുകയും ചെയ്തിരിക്കുന്നു.
പക്ഷേ ശ്രീ അജയ് തറയിൽ ആ തെരുവിൽ ഇറങ്ങിയ എല്ലാ ഹിന്ദു വിശ്വാസികളും ഇല്ല എന്നാണ് പറയുന്നത്. അതിനകത്ത് ഈ SNDP ഇല്ല. വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതനുസരിച്ച് കുറച്ച് നായന്മാരും കുറച്ച് ബ്രാഹ്മണരും മാത്രമാണ് ഈ പ്രതിഷേധം നയിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു. അതെ, എങ്ങനെ ഞാനൊരു ഈഴവ സമുദായംഗമല്ലേ, ഞാൻ ഇതിനകത്ത് ഇറങ്ങിയിരിക്കല്ലേ, പിന്നെ എങ്ങനെ എല്ലാവരും ഇല്ലാന്ന് പറയുന്നതിന്റെ അർത്ഥമുള്ളത്? ആ പറയത്തിന് അർത്ഥമില്ല. വിശ്വാസികളായ ആളുകൾ മുഴുവനും ഈ സുപ്രീം കോടതി വിധിക്കെതിരാണ്. വിശ്വാസികളായ ആളുകൾ മുഴുവനും. അതെ, പക്ഷേ SNDP സർക്കാരിനെതിരല്ല, സുപ്രീം കോടതി വിധിക്കെതിരാണ്, പക്ഷെ സർക്കാരിനെതിരെയല്ല. അതുകൊണ്ട് തന്നെ സർക്കാരിനെതിരായി പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം UDF കോൺഗ്രസും ചെയ്തപ്പോൾ ഒരു പ്രതിഷേധം SNDPയുടെ സർക്കാർ, ഞങ്ങളും സർക്കാരിനെതിരല്ലോ, ഞങ്ങൾ സുപ്രീം കോടതി വിധിക്കെതിരെ പറയുന്നുള്ളൂ, സർക്കാരിനെതിരല്ല. പക്ഷേ സർക്കാർ എതിര് ഈ സുപ്രീം കോടതി വിധി നടപ്പാക്കാനുള്ള തീവ്രത കാണിക്കരുത് അത് മാത്രമല്ല പെറ്റീഷൻ കൊടുക്കണം എന്ന് രണ്ട് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. സുപ്രീം കോടതി വിധിക്ക് അദ്ദേഹം എതിരാണ് എന്ന് അദ്ദേഹം പറഞ്ഞുവെങ്കിൽ അത് തന്നെയാണ് വിശ്വാസികളുടെ നിലപാട്. ശ്രീ അജയ് തറയിൽ ഈഴവ സമുദായത്തെ മാറ്റി നിർത്തിയാലും കോൺഗ്രസ് ഒരു വല്ലാത്ത ആശയക്കുഴപ്പത്തിലാണല്ലോ. വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു ഞങ്ങൾ ആ സമരത്തിനില്ല എന്ന് പറയുന്നു. BJP പറയുന്നു കോൺഗ്രസ് വിശ്വാസികളുടെ പിറകിൽ നിന്ന് കുത്തി എന്ന് പറയുന്നു. CPM പറയുന്നു കോൺഗ്രസ് BJPയുടെ വലയിൽ വീണതാണ്, ഇപ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയെന്ന് വരുന്നു. സത്യത്തിൽ എന്താണ് കോൺഗ്രസിലെ ഇന്നത്തെ നിലപാട്? എന്റെ സഹോദരി, കേരളത്തിലെ കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഗുരുവായൂർ സത്യാഗ്രഹം നടത്തുന്നത്. AICCയുടെ കാക്കരണ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് DK മാധവൻ വൈക്കം സത്യാഗ്രഹം നടത്തുന്നത്. ഈ കേരളത്തിൽ നടന്ന മുഴുവൻ നവോത്ഥാനങ്ങളും അയിത്തോച്ചാരണമടക്കമുള്ള മുഴുവൻ നവോത്ഥാനങ്ങളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയിട്ടുള്ളതാണ്. ഈ രാജ്യത്ത് നടന്ന മുഴുവൻ പുരോഗമനപരമായ കാര്യങ്ങളും നടത്തിയിട്ടുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇവിടെ വിശ്വാസികൾക്കൊപ്പം എല്ലാ മതങ്ങളെയും സർവമത സമഭാവന, അതാണ് കോൺഗ്രസിന്റെ മതേതരത്വം. മതമില്ലാത്ത സമൂഹമല്ല, മതമുള്ള മതവിശ്വാസമുള്ള. കോൺഗ്രസ് അപ്പോഴും ഇത് പഴയ കാര്യമാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്, സമ്മതിച്ചു. അത് പഴയ കോൺഗ്രസിനെ കുറിച്ചല്ലേ. ഇപ്പോഴും ഇപ്പോഴത്തെ കോൺഗ്രസ് എന്ത് നിലപാടാണെന്ന് സമരം ചെയ്യുന്നവരും സമരത്തിനെതിരെ നിൽക്കുന്നവർക്കുമൊന്നും ഒരു വ്യക്തതയുമില്ല. അതാണ് ചോദിച്ചത്. നിങ്ങൾക്ക് കുറഞ്ഞ പക്ഷം ഒരു വ്യക്തതയുണ്ടോ? നിങ്ങൾ ഏത് ഭാഗത്താണ്? KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഞങ്ങളുടെ നിലപാടുകൾ വളരെ വ്യക്തമാക്കി കഴിഞ്ഞു. ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ്. അതാണ് കോൺഗ്രസിന്റെ നിലപാട്. കോൺഗ്രസിൽ തന്നെ പല ആളുകളും ഉണ്ടാകാം, അതെന്നുമുള്ള കാലമാണ്. അതിനകത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കേരള ഘടകം ഔദ്യോഗികമായി വിശ്വാസികൾക്കൊപ്പമാണ്. വിശ്വാസികൾ നടത്തുന്ന സമരങ്ങൾക്ക് പിന്തുണ കൊടുക്കും, നേരിട്ട് സമരത്തില്ല. ഒറ്റ ചോദ്യം അജയ് തറയിൽ, സമാന്തര സമരവുമായി ഇറങ്ങുമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി പറയുന്നു. ആ സമാന്തര സമരത്തിന് ഇറങ്ങുന്നതും വിശ്വാസികൾ തന്നെയാണ്. അതും ഒരുപക്ഷെ ഇതിൽ കൂടുതൽ വിശ്വാസികൾ ഉണ്ടാവും. അപ്പോൾ കോൺഗ്രസ് ആർക്കൊപ്പം നിൽക്കുമായിരിക്കും? ആ സമരത്തിന് നിങ്ങളുടെ പിന്തുണ ഉണ്ടാവുമോ? നിങ്ങൾ എന്തിനാ ഇങ്ങനെ വളരെ മോശമായി സംസാരിക്കുന്നത്? ഞങ്ങൾ ഓരോ ആളുകൾ പുറകെ പോകുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അത് വിശ്വാസികളുടെ സമരത്തിന് പിന്തുണ കൊടുക്കുമെന്നല്ലേ ശ്രീ അജയ് തറയിൽ പറയില്ല? അതിൽ മോശമായി വിശ്വാസികൾക്കൊപ്പമാണ്. ഞങ്ങൾ ഈശ്വര വിശ്വാസികളെ ആദരിക്കുന്ന, മതവിശ്വാസത്തെ പിന്തുണക്കുന്ന, മതസ്വാതന്ത്ര്യത്തെ പിന്തുണക്കുന്ന സംഘടനയാണ്. അതേ ഈശ്വര വിശ്വാസികളെ മുന്നിട്ടിറക്കിക്കൊണ്ട് ഒരു സമരത്തിന് ഇറങ്ങുമെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. അതിലും വിശ്വാസികളുണ്ടല്ലോ. ഞങ്ങൾക്ക് നിലപാടുണ്ട്. സുപ്രീം കോടതി വിധി അപ്പൊ ആ സമരത്തിന് നിങ്ങൾ അനുകൂലമായിരിക്കില്ല. SNDP വിശ്വാസികളെ അണിനിർത്തി ഒരു സമരത്തിന് ഇറങ്ങിയാൽ അതിന് നിങ്ങൾ അനുകൂലമായിരിക്കില്ല അല്ലെ? ഞങ്ങൾ ഈ നാട്ടിൽ നടക്കുന്ന മുഴുവൻ സമുദായ സംഘം നടത്തുന്ന സമരത്തിന് പിന്തുണ കൊടുക്കാനല്ല ഞങ്ങളുടെ പണി. അതായത് അജയ് തറയിൽ SNDP ഒരു സമാന്തര സമരമായി ഇറങ്ങിയാൽ നിങ്ങൾ അതിന് അനുകൂലമായിരിക്കില്ല. SNDP അല്ല, കേരളത്തിലെ ഏത് സമുദായ സംഘടന ഏത് സമരം നടത്തിയാലും ഞങ്ങൾ പിന്തുണക്കുന്നില്ല. അപ്പോൾ ഇപ്പോഴുള്ള സമരത്തിന് നിങ്ങളുടെ പിന്തുണയില്ലേ? ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധ സമരം വിശ്വാസികളുടെ സമരമാണ്. വിശ്വാസികളുടെ സമരം, അതൊരു സമുദായ സംഘടന സമരമല്ല സഹോദരി. ഒരു വിശ്വാസിയുടെ സമരമാണ്, സമുദായ സംഘടന സമരമല്ല. സമുദായ സംഘടന സമരത്തെ അല്ല ഞങ്ങൾ പിന്തുണക്കുന്നത്. ആടിനെ പട്ടിയാക്കുന്നത് ഇപ്പോൾ നടക്കുന്നത് വിശ്വാസികളുടെ മൂവ്മെന്റ് ആണ്. അത് സമരവുമല്ല, പ്രാർത്ഥന യജ്ഞങ്ങളാണ്. അതിനെയാണ് കോൺഗ്രസ് പിന്തുണക്കുന്നത്. ഒരു സമുദായ സംഘടനയുടെ സമരമല്ല. അജയ് തറയിൽ വളരെയധികം നന്ദി. ദേവസ്വം ബോർഡ് മുൻ അംഗമാണ്
അദ്ദേഹം പ്രതികരിച്ചത്. കോൺഗ്രസിന്റെ നിലപാട് ഈ രീതിയിലാണ്. സമുദായ സംഘടനകളുടെ സമരത്തിന് പിന്തുണ കൊടുക്കേണ്ട സാഹചര്യം കോൺഗ്രസിനില്ല. കോൺഗ്രസ് പിന്തുണ കൊടുക്കുന്നത് വിശ്വാസികൾക്ക് മാത്രമാണെന്ന് അജയ് തറയിൽ ആവർത്തിക്കുകയും ചെയ്യുന്നു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പ്രഖ്യാപനത്തിന് ശേഷം. അതേസമയം പത്തനംതിട്ടയിൽ CPM വിശദീകരണ യോഗത്തിൽ PK ശ്രീമതി സംസാരിക്കുകയാണ്. തത്സമയം സംരക്ഷിച്ചു. ഒരു വലിയ നിലപാട് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ശബരിമല എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ്. ധാരാളം ആളുകൾ അവിടെ, അതിനൊരു പ്രത്യേകതയുമുണ്ട്. ആദ്യകാലം മുതൽക്ക് തന്നെ ജാതി മത വ്യത്യാസങ്ങളില്ലാതെ ആരാധന നടത്താൻ താല്പര്യമുള്ള വിശ്വാസികളായിട്ടുള്ള ജനലക്ഷങ്ങൾ ഒഴുകിയെത്തുന്ന ഒരു ക്ഷേത്രമാണ്. ഇപ്പൊ ചരിത്രരേഖകൾ പരിശോധിച്ചു നോക്കുമ്പോൾ 1991 ഹൈക്കോടതിയാണ് ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവിറക്കുന്നത്. അത് രേഖയാണ്. അത് കാലം അങ്ങോട്ടൊന്നുമില്ല. അതിനു മുൻപ് നിങ്ങളെല്ലാം ഇപ്പോ, ഞാൻ ഇന്നലെയും കൂടി ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റിൽ വരുമ്പോ മുൻ ക്യാബിനറ്റ് സെക്രട്ടറി ആയിട്ടുള്ള നമുക്കെല്ലാം ബഹുമാന്യനായ പത്തനംതിട്ടയിൽ തന്നെയുള്ള സീനിയർ IAS ഓഫീസറായിട്ട് ഇന്ത്യയിൽ എല്ലാവർക്കും അറിയാവുന്ന ശ്രീ TK നായർ, അദ്ദേഹവും ഞാനും അടുത്തടുത്ത് ഇന്നലെ ഫ്ലൈറ്റിലുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങയുടെ പേര് ഇപ്പോൾ പത്രങ്ങളിലും മറ്റേ ലേഖനങ്ങളിലും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് എന്താ? അദ്ദേഹം ഒരു വയസ്സ് ആകുന്നതിന് മുൻപ് അദ്ദേഹത്തിന്റെ അമ്മയും അച്ഛനും പറഞ്ഞിട്ടുള്ള കാര്യം അദ്ദേഹം തുറന്നു പറഞ്ഞു. എന്തായിരുന്നു അത്? അദ്ദേഹം തുറന്നു പറഞ്ഞത്, എന്റെ ചോറൂണിന് എനിക്ക് ചോറ് തന്നത് ഒരു വയസ്സാകുന്നതിന് മുൻപ് എനിക്ക് ചോറ് ഊണിന് എന്റെ അമ്മയും അച്ഛനും എന്ന് പറഞ്ഞാൽ TK നായർക്ക് ഒരു വയസ്സിന് താഴെയുള്ള 6 മാസമോ 7 മാസമോ ആകുമ്പോ അമ്മ എത്ര വയസ്സായിരിക്കും എന്നുള്ളത് എല്ലാവരും ഊഹിക്കണം. ചെറുപ്പക്കാരിയായിട്ടുള്ള അമ്മ മോനെയും കൂട്ടി ചോറൂണിന് ശബരിമല സന്നിധാനത്തിലേക്കാണ് പോയത് എന്ന കാര്യം അദ്ദേഹം തുറന്നു സമ്മതിച്ചപ്പോ അതുപോലും ഉൾക്കൊള്ളാൻ അദ്ദേഹം നല്ലൊരു ഭക്തനാണ്. അദ്ദേഹം മാത്രമല്ല, ഡൽഹിയിൽ ഇരുന്നപ്പോ അവിടെ അയ്യപ്പന്റെ അമ്പലം കെട്ടുന്നതിന് നേതൃത്വം കൊടുത്ത ഒരാളാണ്, ബഹുമാന്യനായ വ്യക്തിയാണ്. ഡൽഹിയിൽ സുജാതക്കും സതിക്കൊക്കെ അറിയാം, ഞാനും കണ്ടിട്ടുണ്ട്. ഡൽഹിയിലുള്ള അയ്യപ്പന്റെ അമ്പലം, അവിടെ എല്ലാവർക്കും പോകാം കേട്ടോ. ഡൽഹിയിലുള്ള അയ്യപ്പന്റെ അമ്പലത്തില് പ്രായ വ്യത്യാസമന്യേ എല്ലാവർക്കും, കുട്ടികൾക്കും പെൺകുട്ടികൾക്കും, 25 വയസ്സുള്ളവർക്കും 20 വയസ്സുള്ളവർക്കും 40 വയസ്സുള്ളവർക്കും എല്ലാവർക്കും പോകാം. ഒരു വ്യത്യാസവും അവിടുത്തെ അയ്യപ്പനില്ല. അയ്യപ്പൻ ശബരിമല അയ്യപ്പൻ തന്നെയാണ്, വിഗ്രഹം അത് തന്നെയാണ്, ഒരു മാറ്റമില്ല. അവിടെയും ഇതുപോലെ മാലയിട്ട് വ്രതം നോറ്റിട്ടൊക്കെ പോകുന്നവരുണ്ട്, അല്ലാതെ പോകുന്നവരും ഒക്കെ ഉണ്ട്. ഇവിടെ ഇന്ത്യയിൽ മാത്രമാണോ അമ്പലം എന്ന് വിചാരിച്ചോ? ലോകത്തിന്റെ പല ഭാഗത്തും ശബരിമല അയ്യപ്പന് അമ്പലമുണ്ട്, അയ്യപ്പൻ അമ്പലമുണ്ട് ശബരിമലയിലുള്ളതുപോലെ. അയ്യപ്പന്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ച് പൂജിക്കുന്നവരുണ്ട്. അവിടെയൊക്കെ എല്ലാവരും പോകുന്നുണ്ട്. ഇവിടെ എപ്പോഴാണ് നിഷേധിച്ചത്? 1991. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കേസ് വന്നപ്പോ സർക്കാരിന് അഫിഡവിറ്റ് കൊടുക്കേണ്ടി വന്നു. എപ്പോഴാണ് സർക്കാർ ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തത്? സുപ്രീം കോടതിയിലും കൊടുത്തു. പിന്നീട് ആ അഫിഡവിറ്റ് എന്ന് പറയുന്നത് കൊടുത്തത് ഞാനും കൂടി മന്ത്രിയായിരുന്ന മന്ത്രിസഭയിൽ അന്നത്തെ മുഖ്യമന്ത്രി, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നേതാവായി ഇപ്പോഴും നിയമസഭയിൽ പ്രവർത്തിക്കുന്ന സഖാ V.S. അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അന്നത്തെ ഗവൺമെന്റ് കൊടുത്തത് ആ അഫിഡവിറ്റിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്തായിരുന്നു എന്നറിയോ? ഞങ്ങൾ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് ഒരിക്കലും എതിര് നിൽക്കില്ല. സ്ത്രീകൾക്ക് പുരുഷന്മാർക്കുള്ളതുപോലെ അവകാശങ്ങൾ ഉണ്ടാവണം എന്ന നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ഭരണഘടന അനുസരിച്ച് അവർക്ക് ലഭിക്കേണ്ടുന്ന ഇക്വാലിറ്റി എന്ന് പറയുന്ന കാര്യം അവർക്ക് ലഭിച്ചിരിക്കണം. എന്നാൽ മതാചാരങ്ങളും വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആചാരാനുഷ്ഠാനങ്ങളെ സംബന്ധിച്ച് ഒരു വിധി പ്രസ്താവിക്കുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി എന്ത് ചെയ്യണം എന്നത് രണ്ടാമതായിട്ടും പറയുന്നുണ്ട്. എന്ത് ചെയ്യണം എന്നാ പറയുന്നത്? മതാചാരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും വിദഗ്ധനായ, അത് അറിവുള്ള, നോളജബിൾ ആയിട്ടുള്ള 2, 3, 4 പേരെ വെച്ചൊരു കമ്മീഷൻ ഉണ്ടാക്കി
ആ കമ്മീഷന്റെ അഭിപ്രായത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഇതാണ് ഞങ്ങളുടെ അഭിപ്രായം. നമ്മൾ അന്നത്തെ ഗവൺമെന്റും ഇന്നത്തെ ഗവൺമെന്റും ഇക്കാര്യത്തിലൊന്നും ഒരു അഡമന്റ് ആയിട്ടുള്ള നിലപാടും എടുത്തിട്ടില്ലെന്ന് മാത്രമല്ല, എന്നും എക്കാലവും LDF സർക്കാർ അധികാരത്തിൽ വന്നാൽ വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്ത് വിലയും കൊടുത്ത് മുന്നോട്ട് പോകുന്ന സർക്കാരാണ്. വിശ്വാസികളുടെ വിശ്വാസത്തിന് എവിടെയെങ്കിലും പോർലേൽക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇടപെട്ട് ആ വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുക്കുന്ന സർക്കാരാണ്. കഴിഞ്ഞ കാലങ്ങളിലും അത് മുഖ്യമന്ത്രിയായിരുന്ന നായനാരുടെ കാലത്തായാലും പിന്നീട് VS-ന്റെ കാലത്തായാലും ഇപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആയാലും എടുക്കുന്ന നിലപാടെന്ന് പറയുന്നത് കേരളത്തിലെ വിശ്വാസികൾ, ആരാധന നടത്താൻ താല്പര്യമുള്ളവർ, യഥാർത്ഥ വിശ്വാസികൾ, അമ്പലത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ, അവരുടെ വിശ്വാസം സംരക്ഷിക്കാൻ എന്ത് വിലയും കൊടുക്കാൻ തയ്യാറുള്ള സർക്കാരാണ് കേരളത്തിലെ LDF സർക്കാർ. ഇന്ന് ഭരിക്കുന്ന ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരും അതേ നിലപാടാണ്. എന്നാൽ അന്ന് സുപ്രീം കോടതിയുടെ മുൻപാകെ ഈ രൂപത്തിൽ ഒരു അഫിഡവിറ്റ് കൊടുത്തപ്പോ പിന്നീട് വന്ന ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് മുൻപും പിൻപും നോക്കാതെ ഒരു തരം ഹിന്ദുത്വ പ്രീണന നയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അഫിഡവിറ്റ് അങ്ങ് കൊടുത്തു. സ്ത്രീകൾക്ക് അങ്ങനെ ഒരു അവകാശം ഇപ്പൊ കൊടുക്കേണ്ടതില്ല, ഞങ്ങൾ അതിനോട് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞാണ്. പക്ഷേ സുപ്രീം കോടതി വിധി വന്ന് ഒരാളൊഴികെ 4 പേരും യോജിച്ചുകൊണ്ട് ചരിത്രപ്രധാനമായിട്ടുള്ള സ്ത്രീകൾക്ക് ശബരിമലയിൽ പോകാമെന്നുള്ള സുപ്രീം കോടതിയുടെ വിധി എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടുള്ളതാണ്. ലിംഗനീതി ഉറപ്പാക്കുന്ന ഒരു വിധിയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതേസമയം എല്ലാ വിഭാഗങ്ങളുമായും ചർച്ച ചെയ്ത് വേണം ഈ തീരുമാനമെടുക്കണമെന്ന നിലപാടായിരുന്നു സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരുന്നത് എന്നും ആവർത്തിക്കുന്നു. PK ശ്രീമതി CPM പത്തനംതിട്ടയിൽ സംഘടിപ്പിച്ച വിശദീകരണ യോഗത്തിൽ. ഇതേസമയം ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ CPM കൂടുതൽ വിശദീകരണ യോഗങ്ങൾ സംഘടിപ്പിക്കാനാണ് തീരുമാനം. പാർട്ടി അംഗങ്ങളുടെ കൂട്ടായ്മ സംഘടിപ്പിക്കും. അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് തീരുമാനമുണ്ടായിരിക്കുന്ന വിവരങ്ങളുമായി TG ചേരുന്നു. സജിത്ത്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രതിഷേധം ശക്തമാകുന്ന ഒരു വഴിക്ക് പ്രതിരോധം കൃത്യമാക്കുക, കൂടുതൽ വിശദീകരണങ്ങൾ എത്തിക്കുക, സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിനകത്ത് സ്വീകരിച്ച നിലപാട് എന്താണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക, എന്തെല്ലാം ഏത് നീക്കമാണ് CPM ആലോചിക്കുന്നത് ഇപ്പോൾ? അപർണ, തീർച്ചയായും ഇപ്പോഴുണ്ടായിരിക്കുന്ന വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് സർക്കാരിനെതിരെ നടക്കുന്ന നീക്കങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു വിശദീകരണ യോഗങ്ങൾ സംഘടിപ്പിക്കാനാണ് ഇന്നത്തെ CPM അവൈലബിൾ സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം. അത് പ്രധാനമായും മധ്യ തിരുവിതാംകൂർ മേഖലകളിലൊക്കെ വലിയ രീതിയിലുള്ള പ്രചരണം നടക്കുന്നു. പാർട്ടിയിലെ പല അണികളും തന്നെ ഈ സമരരംഗത്തൊക്കെ ഇറങ്ങുകയോ നേരിട്ടിറങ്ങിയോ അല്ലെങ്കിൽ ഇതിനോട് അനുഭാവം പ്രകടിപ്പിക്കുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പ്രാദേശിക തലത്തിൽ കൂടുതൽ സജീവമായി ഇത്ര യോഗങ്ങൾ സംഘടിപ്പിക്കാനുള്ള CPM-ന്റെ തീരുമാനം. ഇന്നത്തെ അവൈലബിൾ സെക്രട്ടേറിയറ്റിൽ ഈ സാഹചര്യങ്ങളാണ് ചർച്ച ചെയ്തത്. പ്രധാനമായും ഇതിന്റെ ഒരു സാഹചര്യം ഉണ്ടാവുന്നത് 10-ാം തീയതി മുതൽ BJP വളരെ പ്രത്യക്ഷ സമരം സ്വീകരിക്കുകയാണ്. അതായത് ലോങ് മാർച്ച് തിരുവനന്തപുരത്ത് പന്തളത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് ഒരു വലിയ സമരരീതി പ്രഖ്യാപിച്ചു. ഇതിൽ കൂടുതൽ ആൾക്കാർ അണിചേരുകയാണെങ്കിൽ അതൊരു പക്ഷേ വലിയ രീതിയിലുള്ള വെല്ലുവിളി കൂടുതൽ രൂക്ഷമാക്കും. ഈ ഒരു സാഹചര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടാണ് പ്രാദേശിക തലത്തിൽ കൂടുതൽ വിശദീകരണ യോഗങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ള സർക്കാരിന്റെ നിലപാടുകൾ വിശദീകരിക്കുന്നതിന് വേണ്ടി ഇത്തരം ഒരു നീക്കത്തിലേക്ക് CPM ഒരുങ്ങുന്നു. ശബരിമല സ്ത്രീ പ്രവേശന വിധി പുനഃപരിശോധിക്കണമെന്ന ആവശ്യം ഉടൻ പരിഗണിക്കാനാകില്ലെന്ന് സുപ്രീംകോടതി. സാധാരണ നടപടിക്രമങ്ങൾ പാലിച്ചു മാത്രമേ ആവശ്യം പരിഗണിക്കാനാകൂവെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. തുലാമാസ പൂജകൾക്കായി ഈ മാസം നട തുറക്കുന്നതിനാൽ ഹർജി വേഗത്തിൽ പരിഗണിക്കണമെന്നായിരുന്നു ആവശ്യം. വിവരങ്ങളുമായി ഉണ്ണികൃഷ്ണൻ ചേരുന്നു. എന്ത് ചോദ്യമാണ് സുപ്രീംകോടതി ചോദിച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ് അടിയന്തരമായി ഹർജി പരിഗണിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് സുപ്രീംകോടതി എത്തിയത്? അപർണ, അതായത് ഇന്ന് ഈ കേസിൽ പുനഃപരിശോധനാ ഹർജി ഇന്നലെ ഫയൽ ചെയ്തിരുന്ന അയ്യപ്പ ഭക്തരുടെ ദേശീയ അസോസിയേഷനാണ് സുപ്രീം കോടതിയിൽ ഈ ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത്. ഇവർക്ക് വേണ്ടി അഭിഭാഷകനായ മാത്യൂസ് നെടുമ്പാറ ഇന്ന് ചീഫ് ജസ്റ്റിസ് കോടതിയിൽ ഹാജരാവുകയും പുനഃപരിശോധനാ ഹർജി വേഗത്തിൽ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. തുലാമാസ പൂജകൾക്കായി ഈ മാസം 16-ാം തീയതി ശബരിമല നട തുറക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വിധി യാതൊരു കാരണവശാലും ഇപ്പോൾ നടപ്പാക്കാൻ അനുവദിക്കരുത്. പുനഃപരിശോധനാ ഹർജി പിന്നീട് മാത്രമേ പരിഗണിക്കുന്നുള്ളൂ എങ്കിൽ വിധി സ്റ്റേ ചെയ്യണം. തൽസ്ഥിതി തുടരാൻ സുപ്രീം കോടതി നിർദ്ദേശിക്കണമെന്ന ആവശ്യം ആണ്
അഭിഭാഷകൻ ഉന്നയിച്ചത്. ഇതേ ആവശ്യവുമായി സുപ്രീം കോടതി രജിസ്ട്രാറിന് കത്ത് നൽകിയിട്ടുണ്ട് എന്നും അദ്ദേഹം അറിയിച്ചു. എന്നാൽ ചീഫ് ജസ്റ്റിസ് ആകട്ടെ ഈ ആവശ്യം പരിഗണിക്കാൻ കഴിയില്ലെന്നൊരു നിലപാടാണ് സ്വീകരിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഈ കേസ് പുനഃപരിശോധനാ ഹർജിയാണല്ലോ ഫയൽ ചെയ്തത്, അതതിന്റെ സ്വാഭാവികമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ലിസ്റ്റ് ചെയ്യുമെന്നാണ് അദ്ദേഹം അറിയിച്ചത്. എന്നാൽ ഒരു അടിയന്തര സാഹചര്യമുണ്ട്, ഈ കത്ത് നൽകിയെന്ന് പറഞ്ഞപ്പോൾ കത്ത് നോക്കാമെന്ന് പറഞ്ഞതല്ലാതെ ഈ കേസ് വേഗത്തിൽ ലിസ്റ്റ് ചെയ്യുമെന്ന നിലപാട് അദ്ദേഹം സ്വീകരിച്ചിട്ടില്ല. സ്വാഭാവികമായ നടപടിക്രമങ്ങൾ പൂർത്തിയാകട്ടെ എന്നൊരു നിലപാടിൽ തന്നെയാണ് ഉറച്ചു നിന്നത്. അതേസമയം ഇന്ന് അഡ്വക്കേറ്റ് മാത്യൂസ് നെടുമ്പാറ ഈ ഹർജി ഫയൽ മെൻഷൻ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ മറ്റ് വിശ്വാസ സംഘടനകളുടെ ഭാഗത്തു നിന്നും എതിർപ്പുമുണ്ടായി. ശബരിമലയിലെ ആചാര സംരക്ഷണ ഫോറത്തിന്റെ അഭിഭാഷകൻ VK ബിജു വളരെ ശക്തമായി ഈ ആവശ്യത്തെ എതിർക്കുകയാണ് ചെയ്തത്. ഇവർ പ്രധാന കേസിൽ കക്ഷികളല്ലായിരുന്നു, അതുകൊണ്ട് ഇപ്പോഴത്തെ ആവശ്യം വ്യാജമാണ്, കോടതി ഇതിലേക്ക് പോകേണ്ട കാര്യമില്ല. നിരവധി വിശ്വാസികൾ പുനഃപരിശോധനാ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്, കോടതിയുടെ ശ്രദ്ധയിൽ അക്കാര്യം പെടുത്താനിരിക്കുകയാണെന്നും അഡ്വക്കേറ്റ് VK ബിജു. ശബരിമല സ്ത്രീ പ്രവേശന വിധിയുടെ പേരിൽ സംസ്ഥാനത്ത് അക്രമങ്ങൾ അനുവദിക്കില്ലെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധം ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ്. ഭക്തരുടെ വികാരം ഉൾക്കൊള്ളുന്നു. വിധി നടപ്പാക്കാനല്ലാതെ സർക്കാരിന് ഒന്നും സാധിക്കില്ല. കോൺഗ്രസും BJPയും RSSും ഇപ്പോൾ നിലപാട് മാറ്റിയത് എന്തുകൊണ്ടാണെന്നും കടകംപള്ളി ചോദിച്ചു. സർക്കാരിന്റെ മുന്നിൽ വേറെ വഴിയില്ല. ഇപ്പോ രണ്ടുപേര് പുനഃപരിശോധനാ ഹർജിയുമായിട്ട് പോയിട്ടുണ്ട്. ഇനി ആർക്ക് വേണമെങ്കിലും പോകാം. സുപ്രീം കോടതി മറിച്ചൊരു തീരുമാനമെടുക്കുകയാണെങ്കിൽ ആ തീരുമാനത്തെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്ത് നടപ്പിലാക്കും. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഭക്തജനങ്ങൾ അവരുടെ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടി മറ്റേത് ഗവൺമെന്റ് ചെയ്തതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്തൊരു ഗവൺമെന്റാണ് ഈ. ശബരിമല വിവാദത്തിൽ കോൺഗ്രസ് വിശ്വാസികളെ ചതിച്ചുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ ശ്രീധരൻപിള്ള. സമരം കോൺഗ്രസ് പാതിവഴിയിൽ ഉപേക്ഷിച്ചു. പ്രത്യക്ഷ സമരത്തിന് ഇല്ല എന്ന കോൺഗ്രസ് നിലപാട് അപലപനീയമാണ്. കോൺഗ്രസിന്റെയും CPMന്റെയും ദേശീയ നേതൃത്വത്തിലുള്ള ധാരണ പ്രകാരമാണ് സമരം ഉപേക്ഷിച്ചതെന്നും ശ്രീധരൻപിള്ള ആരോപിച്ചു. ഇന്നലത്തെ കോൺഗ്രസിന്റെ തീരുമാനം അവര് വിശ്വാസികളെ ചതിച്ചിരിക്കുകയാണ്. അവർ പാതി വഴിയിൽ അവരുടെ സമരം ഉപേക്ഷിച്ചിട്ട് പോയിരിക്കുകയാണ്. പ്രത്യക്ഷ സമരരംഗത്തിറങ്ങിയ ആളുകൾ ഇന്നലെ സമരത്തെ പിന്നിൽ നിന്ന് കുത്തിക്കൊണ്ട്, വിശ്വാസികളുടെ ഈ പ്രയാണത്തെ മുന്നിൽ നിന്ന് കുത്തി വീഴ്ത്തിക്കൊണ്ട് അവരെ ചതിച്ചിരിക്കുകയാണ്. ആ ചതി കാലം പൊറുക്കുന്നതല്ല. അതിന് പിന്നിൽ കേന്ദ്രത്തിലെ കോൺഗ്രസ് പാർട്ടി നേതൃത്വവും CPMും തമ്മിലുള്ള ധാരണ കൊണ്ടാണ് ഇങ്ങനെ പാതി വഴിയില്ലാതെ ഈ സമരത്തെ കുത്തിമലർത്തിക്കൊണ്ട് അവർ സമരം വേണ്ട എന്ന് തീരുമാനിച്ചത്, പ്രത്യക്ഷ സമരത്തിനില്ല എന്ന് പറഞ്ഞത്. ഇത് അത്യന്തം അപലപനീയമായ നിലപാടാണ്. ശബരിമല സ്ത്രീ പ്രവേശന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ദേവസ്വം ബോർഡിന്റെ നിർണായക യോഗം നാളെയും മറ്റന്നാളും നടക്കും. വിധി നടപ്പാക്കാനുള്ള മാർഗ്ഗങ്ങളാണ് യോഗത്തിന്റെ പരിഗണനയ്ക്കുള്ളത്. തുലാമാസ പൂജയ്ക്ക് 17-ന് നട തുറക്കുമ്പോൾ സ്ത്രീകൾ വരാനുള്ള സാധ്യത പരിഗണിച്ച് നടത്തേണ്ട ക്രമീകരണങ്ങൾ ചർച്ച ചെയ്യും. പ്രളയത്തിൽ തകർന്ന പമ്പയിൽ താൽക്കാലിക സൌകര്യങ്ങൾ ഒരുക്കുന്നതും അജണ്ടയിലുണ്ട്. ശബരിമലയിൽ സ്ത്രീ പ്രവേശനം അനുവദിച്ച സുപ്രീംകോടതി വിധിക്കെതിരെ തെരുവ് യുദ്ധത്തിനിറങ്ങുന്നത് ശരിയല്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ. കോടതി വിധിയെ പ്രവൃത്തി കൊണ്ട് മറികടക്കണം. തന്ത്രി കുടുംബം സർക്കാരുമായുള്ള ചർച്ചയിൽ പങ്കെടുക്കാതിരുന്നത് ശരിയായില്ല. ശബരിമല വിഷയത്തിൽ BJPയും കോൺഗ്രസും ഉന്നയിക്കുന്നത് രാഷ്ട്രീയമാണെന്ന് വെള്ളാപ്പള്ളി ആലപ്പുഴയിൽ പറഞ്ഞു. ഇവിടെ ഒരു കലാപഭൂമി സൃഷ്ടിക്കുന്നത് ശരിയല്ല. ജാഥയും പ്രകടനങ്ങളും ഒക്കെ നടത്തി ഓരോരുത്തർക്കും എന്തോ കച്ചവടം ഉറപ്പിക്കാൻ, സർക്കാരിനെ മുട്ടുകുത്തിച്ച് എന്തോ കച്ചവടം ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന ആ ശ്രമത്തോടൊന്നും നമുക്ക് യോജിക്കാൻ സാധിക്കില്ല. SNDP യോഗത്തിനോട് ഈ സമരമുഖത്തേക്ക് വരാൻ ഞങ്ങളില്ല. ശബരിമല സ്ത്രീ പ്രവേശന വിഷയം വന്നപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എരുതിയിൽ എണ്ണ ഒഴിക്കുകയായിരുന്നുവെന്ന് വെള്ളാപ്പള്ളി നടേശൻ. 2 വള്ളത്തിൽ കാലുവെച്ച് അടവ് നയമാണ് പ്രസിഡന്റ് സ്വീകരിക്കുന്നത്. നിലപാടില്ലാത്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ രാജിവെക്കണമെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു. ഇതിനെല്ലാം എണ്ണയൊഴിച്ചു കൊടുത്തത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായ പത്മകുമാറാണ്. അദ്ദേഹത്തിന് നിലവാരവുമില്ലാത്ത ഒരു പ്രസിഡന്റാണെന്ന് പറയേണ്ടി വന്നതിൽ ദുഃഖമുണ്ട്. ഒരു നിലപാടില്ലാത്ത അഭിപ്രായം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പറയുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ആ കസേരയിരിക്കാൻ യോഗ്യനല്ല. ഹരിപ്പാട് നിയോജക മണ്ഡലത്തിൽ BJP ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടരുന്നു. വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. രാവിലെ 10 മണിയോടെ ഹരിപ്പാട് നഗരത്തിൽ പ്രതിഷേധക്കാർ പ്രകടനം നടത്തും. ഇന്നലെ ഹരിപ്പാട് ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ചിന് നേരെ പോലീസ് ലാത്തിചാർജിൽ BJP പ്രവർത്തകർക്ക് പരിക്കേറ്റിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ. ശബരിമല സുപ്രീംകോടതി വിധിക്കെതിരെ കേരള കോൺഗ്രസിന്റെ പ്രതിഷേധ യോഗം കോട്ടയത്ത് നടക്കുന്നു. കെ മാണി സംസാരിക്കുകയാണ്. എല്ലാവർക്കും ആചാരാനുഷ്ഠാനങ്ങൾ, ഇതിന്റെ എല്ലാം പരമമായിട്ടുള്ളത് ആചാരാനുഷ്ഠാനങ്ങൾ പരിപാലിക്കുന്നതിന് എല്ലാവർക്കും ബാധ്യതയുണ്ട്. അതെല്ലാം ഭരണഘടനാപരമായിട്ടുള്ള ബാധ്യതകളാണ്.
നമ്മുടെ അവകാശങ്ങളാണ്. പക്ഷേ ഇന്ന് വന്നിരിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ, സ്ത്രീകൾക്കെല്ലാം പ്രവേശനം എന്ന് പ്രഖ്യാപിച്ചതോടുകൂടി ആചാരാനുഷ്ഠാനങ്ങൾ നിഷേധിക്കപ്പെടുന്നു. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ വളരെ സുദീർഘമായി ഈ സന്ദർഭത്തിൽ സംസാരിക്കേണ്ട കാര്യമില്ല. ഡോക്ടർ ജയരാജ് അതിന് വിവിധ വശങ്ങൾ, എല്ലാ വശങ്ങളും ഇവിടെ വിശദമാക്കിക്കൊണ്ട് സംസാരിച്ചതിന് ശേഷം അതെല്ലാം വീണ്ടും ആവർത്തിച്ച് സമയം കളയേണ്ട കാര്യമില്ല. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ശബരിമല സുപ്രീം കോടതി വിധിക്കെതിരായി നടക്കുന്ന പ്രതിഷേധത്തിനൊപ്പമാണ് കേരള കോൺഗ്രസിന്റെ നിലപാട്. അക്കാര്യം ആവർത്തിക്കുകയായിരുന്നു KM മാണിയും. ന്യൂസ് റൂം ലൈവ് തുടരും ഇടവേളയ്ക്ക് ശേഷം. ബ്രൂവറി അനുവദിച്ചതിൽ വീഴ്ചയില്ലെന്ന് ആവർത്തിച്ച് എക്സൈസ് മന്ത്രി TP രാമകൃഷ്ണൻ. തന്റെ കൈകൾ ശുദ്ധമാണ്, തന്റെ ഓഫീസിനോ തനിക്കോ വീഴ്ച സംഭവിച്ചിട്ടില്ല, ഓഫീസിനെ കുറിച്ചുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. എന്റെ കൈ വളരെ ശുദ്ധമാണ്. എന്ത് ആക്ഷേപങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാലും ഞാൻ പൂർണ്ണമായും അഴിമതിയിൽ നിന്ന് വിമുക്തമാണ്. ഈ ഗവൺമെന്റിൽ ഒറ്റ മന്ത്രിമാരും അഴിമതി കാണിക്കുന്നവരല്ല. ദുരാരോപണം ഉന്നയിച്ച് ജനങ്ങളിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്നതിന് വേണ്ടി നടത്തുന്ന പരിശ്രമങ്ങളാണ് നടക്കുന്നത്. ആളുകൾ അത് ക്രമേണ മനസ്സിലാക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എൻ്റെ ഓഫീസ് പൂർണ്ണമായിട്ട് എൻ്റെ നിലപാടിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഓഫീസാണ്. എൻ്റെ ഓഫീസിൽ ഒരു കുറ്റവും ഈ പ്രശ്നത്തിൽ വന്നിട്ടില്ല.